നമ്മൾ ബ്രെയിൻ യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്. പക്ഷെ അതൊരു ട്രാൻസിഷൻ സ്റ്റേജ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ടൈപ്പ് റൈറ്റർ മാറി കമ്പ്യൂട്ടർ വന്നപ്പോഴും നമുക്ക് വേണമെങ്കിൽ ഇത് പറയാമായിരുന്നു, ഞാൻ സംസാരിക്കുന്നതിനേക്കാളും സ്മാർട്ടായിട്ട് ഈ ഏജൻറ്റ് സംസാരിച്ചോളും, അതും ഏത് ലാംഗ്വേജിലും. അതിന് മടിയില്ല, 24 hours ഓടിക്കൊണ്ടിരിക്കുകയാണ്. സാപ്പി ഹെയറിന്റെ കോ-ഫൗണ്ടർ ദീപു സേവി, വെൽക്കം ടു ചാനൽ. താങ്ക് യു മഞ്ജു. നമ്മൾ ഈ എ ഐ എന്ന് പറയുന്നത് ഇപ്പോൾ ഇറ്റ് ഈസ് എ തിങ്, പക്ഷെ സാപ്പി ഹെയർ തുടങ്ങുന്ന സമയത്ത് ഇറ്റ് ഈസ് നോട്ട് എ തിങ് അല്ലേ? അപ്പോൾ എ ഐ ത്രൂ യു ക്യാൻ ഡൂ ദിസ് എന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഞാൻ എ ഐയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് അതിന് മുന്നേ വർക്ക് ചെയ്യുന്നതാണെങ്കിലും ഒരു 2016 ആയപ്പോഴത്തേക്ക് ഇങ്ങനെ സ്റ്റാർട്ടപ്പ് ചെയ്യാനുള്ള ഒരു അങ്ങനെ അറ്റത്ത് നിൽക്കുന്ന സമയം എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത് വരെ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു പോയിന്റിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ നമ്മുടെ ചുറ്റുമാണ് നോക്കുന്നത് എപ്പോഴും. ഇപ്പം നമ്മൾ ഹയർ ചെയ്യുന്നുണ്ട്, അപ്പം ഹയറിങ്ങിൽ കുറേ മാനുവൽ പ്രോസസ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആലോചിക്കുന്നത് എന്തുകൊണ്ട് ഇൻ്റർവ്യൂ തന്നെ ഓട്ടോമാറ്റിക് അല്ല ഓട്ടോണോമസ് ആക്കിക്കൂടാ എന്ന് വെച്ചാൽ ടോട്ടൽ ഇൻ്റർവ്യൂ പ്രോസസ്സ്. ഇപ്പം നമ്മളിപ്പോൾ നടക്കുന്ന കോൺവെർസേഷൻ പോലെ ഇൻ്റർവ്യൂവർ ക്യാൻ നേരെ അവരുമായിട്ടങ്ങ് സംസാരിക്കുക, ഡയലോഗ് ചെയ്തുകൂടെ എന്ന് ആലോചിച്ചത്. അങ്ങനെയാണ് നമ്മൾ ഇനിഷ്യലി തോട്ട് വന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ടെക്നോളജി അത്രയും അങ്ങോട്ട് എത്തിയിട്ടില്ല, പ്രാക്ടിക്കലി പോസിബിൾ ആവുമെന്ന് അറിയില്ല. പക്ഷെ എന്നിട്ട് നമ്മൾ ആ സമയത്ത് പറ്റാവുന്ന രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അവതാർ ബേസ്ഡ് എന്ന് പറയും, എന്ന് വെച്ചാൽ അപ്പുറത്ത് ഒരാൾ എനിക്ക് എൻ്റെ അവതാറിനെ ക്രിയേറ്റ് ചെയ്യാം, അതൊക്കെ ഇപ്പം പറ്റും. ഫീൽ വരും, അന്ന് അത് പറ്റില്ല. അപ്പം നമ്മൾ അതിൻ്റെ മിനിമൽ വെർഷൻ എന്നുള്ള രീതിയിൽ മൊബൈലിൽ ചെയ്യാവുന്ന ഒരു സാധനം ചെയ്തു. എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ എഴുതി വരും, അവതാറില്ല, ഈ ക്വസ്റ്റ്യൻ എഴുതി വരും, ഞാൻ പറയുന്ന സാധനം പ്രോസസ്സ് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യൻ വരും. അപ്പോൾ രീതിയിൽ നമ്മുടെ ഒരു ബേസിക് പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കിയാണ് നമുക്കൊരു കോൺഫിഡൻസ് വന്നൊക്കെ ഇത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയത്. ഈ ഒരു കോൺഫിഡൻസ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ജോലി റിസൈൻ ചെയ്തു, സ്റ്റാർട്ടപ്പ് ചെയ്തു. എന്നിട്ട് നമ്മുടെ ഫസ്റ്റ് കസ്റ്റമറിനെ നമ്മളിതുകൊണ്ട് കാണിച്ചു, ഇങ്ങനെ സംഭവമുണ്ട്. അപ്പോൾ അവർ കണ്ടപ്പോഴേ പറഞ്ഞത് കൊള്ളാലോ എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെയായിരുന്നു നമ്മൾ തുടങ്ങിയത്. ബേസിക്കലി ഇതാണ്, അന്ന് ടെക്നോളജി കുറേ കൂടെ എക്സ്പെൻസീവ് ആയിരുന്നു. ഇപ്പം നമുക്ക് എ ഐ ഇത്ര ഈസി ആക്സസിബിൾ അല്ല, ആളുകളില്ല, പിന്നെ റിസോഴ്സസ് ഒട്ടുമില്ല. പിന്നെ ഉള്ള റിസോഴ്സസ് എക്സ്പെൻസീവ് ആണ്. റിസോഴ്സ് ഹ്യൂമൻ റിസോഴ്സ് ആണല്ലോ, അതെ ടെക് റിസോഴ്സ് എന്ന് വെച്ചാൽ ഇൻഫ്രാസ്ട്രക്ചർ, അത് സെർവറുകളൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഓടിക്കാനായിട്ട്. പിന്നെ നമുക്കൊരു സാധനം ChatGPT ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ നിന്നപ്പോൾ കിട്ടും. പക്ഷേ പണ്ടങ്ങനെ ആയിരുന്നില്ല. നമുക്ക് ഇപ്പോൾ റെസ്യൂമേ പാഴ്സിങ് നമ്മുടെ റിക്രൂട്ട്മെൻറ്റ് സ്പേസ് ആണ്. അപ്പോൾ ഒരു റെസ്യൂമേ എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ ഫോർമാറ്റിലാവണമെന്നില്ല, എങ്ങനെയാവാം പല രീതിയിലായിരിക്കും. അപ്പോൾ എങ്ങനെ എഴുതി വന്നാലും ഇതിൽ നിന്ന് ആളുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, സ്കിൽ സെറ്റ്, അക്കാഡമിക് ഡീറ്റെയിൽസ്, വർക്ക് എക്സ്പീരിയൻസ്, ഹോബീസ്, ഇതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുകയും വേണം. അപ്പോൾ ഇതൊക്കെ നമുക്കതൊരു വലിയ ചലഞ്ചായിരുന്നു അന്ന്. ഇന്ന് വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ എയുടെ ഒരു ഗ്രോത്തിൽ കൂടെ നിന്നിരുന്ന ഒരാളാണെന്ന് പറയാം അല്ലേ? നമ്മുടെ ചുറ്റും കോമണേഴ്സിന്റെ ഇടയ്ക്ക് എ വളരുന്നത് യു ഹാവ് സീൻ ദാറ്റ് അല്ലേ? ഇപ്പോഴത്തെ ഒരു സ്റ്റേറ്റസ് എന്താ സാപ്പി ഹെയറിന്റെ? ഇപ്പം നമ്മൾ ഏജൻറ്റിക് ആണ്. എന്ന് വെച്ചാൽ എ ഐ തന്നെ 3 ജനറേഷനുണ്ട്. ട്രഡീഷണൽ എ ഐ, അതായത് നമ്മളിപ്പോൾ ഒരു ഫോണിൻ്റെ ഫേസ് അൺലോക്ക് ഇല്ലേ, അത് ട്രഡീഷണൽ എ ഐ ആണ്. എന്ന് വെച്ചാൽ അതൊക്കെ അതൊരു ഇൻ്റലിജൻസ് ആണ്. പിന്നെ സ്പാം ഫിൽറ്റർ, ഒരു മെയിൽ വരുമ്പോൾ സ്പാമിലോട്ട് പോകണമെന്നുള്ളത്, ഇതൊക്കെ ട്രഡീഷണൽ എ ഐ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഒരു സ്റ്റേജ് കഴിഞ്ഞ് ഇപ്പോൾ പിന്നെ അത് ഒരുമാതിരി എന്താ പറയുക, കോൺവെർസേഷണൽ എ ഐയിലോട്ട് എത്തി. അതാണ് നമ്മുടെ ChatGPT ഒക്കെ. പക്ഷേ അവിടെയും ഇനിഷ്യേഷൻ നമ്മൾ ചെയ്യണം, ഞാൻ ചോദിച്ചാൽ ഇവൻ ജനറേറ്റ് ചെയ്ത് തരും. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഏജൻറ്റിക് എ ഐ ആണ്. ഇപ്പം നമ്മൾ ഏജൻറ്റിക് എ ഐ ഇറയിലാണ്. അതായത് ചോദിക്കണ്ട, അറിഞ്ഞ് ചെയ്യും. അതായത് ഇപ്പം എനിക്കൊരു മെയിൽ വരുന്നു, ആ മെയിൽ വരുമ്പം തന്നെ വേണമെങ്കിൽ ടെക്നോളജി ഇപ്പോൾ ഉണ്ട്, മെയിൽ വായിച്ച് ഇതിന് വരുന്ന കോൺടാക്ട്സ് നോക്കി ഇവന് തന്നെ റെസ്പോണ്ട് ചെയ്യാം, ഞാൻ ഇടപെടേണ്ട ആവശ്യം പോലും ഇല്ല. അപ്പം ദാറ്റ് ഈസ് ഏജൻറ്റിക് ഇൻ അപ്രോച്ച്. ഇപ്പം ഒരു കസ്റ്റമറിനെ ഫോൺ ചെയ്യണം, അതായത് ഇപ്പോൾ എൻ്റെ വെബ്സൈറ്റിൽ വന്ന ഒരാളൊരു ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ എ ഡെമോ എന്ന് പറയുമ്പോൾ പണ്ട് നമുക്ക് അടുത്ത ആൾ ഫ്രീ ആയി നമ്മുടെ ഫോൺ ചെയ്ത് ഈ കസ്റ്റമർ ഇത് ആ സമയത്ത് ലീഡ് വരുമ്പോഴേ ലീഡിനെ ക്വാളിഫൈ ചെയ്ത് അപ്പോൾ തന്നെ കോള് പുറത്തോട്ട് പോകും. ഞാൻ സംസാരിക്കുന്നതിനേക്കാളും സ്മാർട്ടായിട്ട് ഈ ഏജൻറ്റ് സംസാരിച്ചോളും, അതും ഏത് ലാംഗ്വേജിലും. അതിന് മടിയില്ല, 24 hours ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതാണ് ഏജൻറ്റിക് എ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ സാപ്പി ഹെയർ ആസ് എ പ്ലാറ്റ്ഫോം നോക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതലും ഏജൻറ്റിക് അപ്രോച്ചാണ്. അതായത് കാൻഡിഡേറ്റ് വരുന്നത് തൊട്ട് ഓഫർ ലെറ്റർ പോകുന്നത് വരെ ഒരു റിക്രൂട്ടർ അവെയറാണ്, പക്ഷേ ഇതങ്ങ് ഓടിക്കോളും. സോ ഇറ്റ്സ് മോർ ഓഫ് ഏജൻറ്റിക് ഇൻ നേച്ചർ. നമ്മളിപ്പോൾ അത്യാവശ്യം 40ഓളം എംപ്ലോയീസ് ഉണ്ട്, 100 കസ്റ്റമേഴ്സ് ഉണ്ട്, എൻ്റർപ്രൈസ് കസ്റ്റമേഴ്സ് ഉണ്ട്. ഇന്ത്യ, കുറച്ച് US-ലും കുറച്ച് യൂറോപ്പും, ആഫ്രിക്ക, സൗത്ത് ഈസ്റ്റ് ഏഷ്യയുടെ കുറച്ച് വെച്ച് പ്രൈമറിലി ഇന്ത്യൻ കസ്റ്റമേഴ്സാണ് കൂടുതലും, 80%. അപ്പം അങ്ങനെയാണ്. ഇപ്പോൾ ബേസിക്കലി നമുക്ക് മാരുതി സുസുക്കി, HDFCയുടെ ഫിനാൻഷ്യൽ സർവീസസ്, Shaadi.com, നാട്ടിൽ ഫെഡറൽ ബാങ്ക്, ഇസാഫ് ബാങ്ക്, ഇവരൊക്കെ നമ്മുടെ കസ്റ്റമേഴ്സാണ്. അപ്പം നമ്മൾ ഈ എ ഐനെ പറ്റി പറയുമ്പോഴേ സ്ഥിരമായിട്ട് പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, ദ മോർ യു യൂസ് എ ഐ ദ ലെസ് യൂസ്ഡ് ഇസ് യുവർ ബ്രെയിൻ എന്ന്.
ഇപ്പം ഇത്ര കാലമായിട്ട് എയിൽ വർക്ക് ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ ഈ ബ്രെയിൻ അങ്ങനെ ഇരിക്കുന്ന ഒരു ഫീൽ വരാറുണ്ടോ? ഇത് മെമ്മറിക്ക് ഒരു ചെറിയ പ്രശ്നം അങ്ങനെയൊക്കെ നമ്മൾ ഡോക്ടേഴ്സ് പറയുമല്ലോ. മനസ്സിലായി. ഇപ്പം നമ്മൾ എ ഐ യൂസ് ചെയ്യുന്നത് അത് വെച്ച് ഡെവലപ്പ് ചെയ്യാനാണ്. നമ്മൾ അതിനെ യൂസ് ചെയ്യുന്നതിനേക്കാളും അതിനെ വെച്ച് ബിൽഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഒരു കോമണറിന് ഇപ്പം ഞാനൊരു ChatGPT യൂസർ എന്ന നിലയിൽ സത്യമാണ് നമ്മൾ ബ്രെയിൻ യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്. പക്ഷേ അതൊരു ട്രാൻസിഷൻ സ്റ്റേജാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം പണ്ട് ടൈപ്പ് റൈറ്റർ മാറി കമ്പ്യൂട്ടർ വന്നപ്പോഴും നമുക്ക് വേണമെങ്കിൽ ഇത് പറയാമായിരുന്നു, നമ്മളൊന്നും ചെയ്യില്ലല്ലോ, സിസ്റ്റം തന്നെ എല്ലാം ചെയ്യുമല്ലേ. അല്ലെങ്കിൽ പേപ്പറിൽ എഴുതിക്കുന്നിടത്ത് നിന്ന് നമ്മൾ കാൽക്കുലേറ്ററിൽ വന്നപ്പോഴത്തേക്കും നമുക്കിത് വേണേൽ പറയാമല്ലോ. പക്ഷേ കാൽക്കുലേറ്റർ വന്നപ്പോൾ എന്താ സംഭവിച്ചത്? നമ്മൾ മാത്സിൽ കൂടുതൽ അഡ്വാൻസ് ആണ് ചെയ്തത്. കാരണം കൂടുതൽ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റി. സൂപ്പർ കമ്പ്യൂട്ടർ വന്നപ്പോൾ നമ്മളത് ആരും കുറ്റം പറഞ്ഞിട്ടില്ല. കാരണം അവിടെ നമ്മൾ കണ്ടത് കൂടുതൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാമെന്നാണ്. ഇതും അങ്ങനെ തന്നെയാണ്. വി ക്യാൻ സോൾവ് മോർ പ്രോബ്ലംസ് എന്നേ പറയാവുള്ളൂ. അല്ലാതെ ഉറപ്പായിട്ടും ഇത് കാരണം കുറച്ച് ജോലി പോകും, പക്ഷെ അതുപോലെ കൂടുതൽ ജോലികൾ വരികയും ചെയ്യും. കാരണം അത്രയും ഓപ്പർച്യൂണിറ്റിയാണ് ക്രിയേറ്റ് ആവുന്നത്. അപ്പം ബ്രെയിൻ യൂസ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ അതൊരു കറക്റ്റാണ്, പക്ഷേ ട്രാൻസിഷൻ ഫേസ് ആയതുകൊണ്ടാണ്. പിന്നെ ഇതൊരു ന്യൂ നോർമൽ ആകും. ഇത് ന്യൂ നോർമൽ ആകുമ്പോൾ ഇതിൻ്റെ മുകളിലാണ് അടുത്ത നേച്ചർ ഓഫ് വർക്ക് വരാൻ പോകുന്നത്. അത് വി ഹാവ് ടു വെയിറ്റ് ആൻഡ് സീ ഹൗ ഇറ്റ് ഈസ് ഇവോൾവിങ്. മനസ്സിലായി. അപ്പോൾ ഈ പറഞ്ഞതുപോലെ അടുത്ത ലെവൽ എന്ന് പറഞ്ഞാൽ AI അറിയാവുന്ന ആളുകളെ കൊണ്ടാണ് നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുക. AI നമ്മുടെ കൂടെ വർക്ക് ചെയ്യും. നമ്മൾ അതും കൂടി കൂട്ടിയിട്ടാണ് നമ്മുടെ വർക്ക് നടക്കുക. ഇപ്പം നമുക്ക് പണ്ടൊരു വർക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ നേരത്ത് നമ്മൾ ഇപ്പം എന്താ പറയുക, ഇത് 5 ദിവസം എടുക്കുമെന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ 1 ദിവസം എന്ന് പറയാൻ പാടുള്ളൂ. കാരണം അവർക്കറിയാം നമ്മൾ ഒറ്റയ്ക്ക് അല്ലത് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷൻ മാറും. ഇത് പല തോട്ട് പ്രോസസ്സ് ഉണ്ട്. ഇപ്പം എലോൺ മസ്ക് ആണെന്ന് തോന്നുന്നു പറഞ്ഞത്, ഇനി അങ്ങോട്ടൊരു വർക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഹോബി പോലെയാകും. വർക്ക് ചെയ്യുന്നത് ഹോബിയാവും. അത്ര ടയറിംഗ് ആയിരിക്കില്ല. അത്ര ടയറിംഗ് അല്ല, അത്രയും കുറച്ച് ചെയ്താൽ മതി. പക്ഷേ ഒരു പോയിന്റ് അപ്പോഴും ഒരു ലെവൽ ഓഫ് ആളുകളുണ്ടാവും ഹു വിൽ ബി വർക്കിംഗ് ഓൺ അഡ്വാൻസ് തിങ്സ്. കാരണം നമ്മുടെ ബേസ് നോളജ് ലെവലും ബേസ് കേപ്പബിലിറ്റിയും കൂടുവാണ്. അപ്പം എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യങ്ങൾ ഒരു ലെവൽ മേളിലോട്ടെത്തി. അപ്പം അങ്ങനെയും നമുക്ക് നോക്കി കാണാൻ പറ്റും. മനസ്സിലായി. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ അതായത് നെക്സ്റ്റ് ലെവലിൽ നമ്മുടെ ഇപ്പോൾ കരിയറിലാണെങ്കിലും എന്താണെങ്കിലും AI പഠിക്കുക എന്നുള്ളൊരു സാധനം എല്ലാവരും പറയും. ഈ AI പഠിക്കൽ അതായത് അത് പോസിബിൾ ആണോ? അപ്പോൾ നമ്മളാണെങ്കിലും വിചാരിക്കും കുട്ടികളെ മുതൽ AI പഠിപ്പിക്കണം എന്ന് പറയും. പക്ഷേ ഇതെങ്ങനെ പഠിക്കും എന്ന് ആർക്കും അറിയില്ല. അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ചുമ്മാ സ്ക്രോൾ ചെയ്തിരിക്കുമ്പോൾ AI പഠിപ്പിക്കാമെന്ന് പറഞ്ഞ കുറേ സാധനങ്ങളും കാണും. ഇത് പഠിക്കാൻ പോസിബിൾ ആണോ? ആൻഡ് ഹൗ കെൻ വി ഡു ഇറ്റ്? ഇപ്പോൾ ഒരു RJ ആവണമെന്നുണ്ടെങ്കിൽ മൈക്ക് യൂസ് ചെയ്യാൻ പഠിക്കണമെന്ന് പറഞ്ഞാൽ അത് പറയും, സമ്മതിക്കുമോ? ഇല്ല. മൈക്ക് പക്ഷേ വേണം ഉറപ്പായിട്ടും. പക്ഷേ സ്കില്ല് RJ ആ കമ്മ്യൂണിക്കേഷനും കാര്യം ഇതുപോലെ തന്നെയാണ് എയുടെയും കാര്യം. ഇപ്പം നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി AI നമ്മൾ യൂസ് ചെയ്യും, മൈക്ക് യൂസ് ചെയ്യുന്ന പോലെ. പക്ഷേ AI പഠിക്കുക എന്ന് പറഞ്ഞില്ല, സ്കില്ല് വേറെയാണ് അല്ലേ? അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ഇതിനെയും കാണേണ്ടത്. നമ്മൾ ഇത് ഒരു ടൂളാണ് അല്ലേ? ഇതിൻ്റെ നമുക്ക് സ്കില്ല് വേണം. സ്കില്ലുണ്ടെങ്കിലേ ആ ടൂൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ എഗെയിൻ ചില ജോലികളുണ്ടായിരുന്നു അതിന് സ്കില്ലല്ല ടൂൾ മാത്രം മതിയുള്ളത്, അത് റീപ്ലേസ്ഡ് ആകും. ഇപ്പോൾ ഒരു BPO അല്ലെങ്കിൽ ഒരു ഇൻവോയ്സ് വരുന്നു, ഇൻവോയ്സ് നോക്കുന്നു, അതിൽ വാല്യൂ എഴുതിയെടുക്കുന്നു. ഇതിൽ നമ്മൾ ബ്രെയിൻ അപ്ലൈ ചെയ്യുന്നില്ല. ക്ലറിക്കൽ ജോബാണ്. അതായത് റെപ്പിറ്റേറ്റീവ്. ഇയാൾക്ക് വരും വേറെ ആളെ കൊണ്ടിരുത്തിയാൽ അത് ചെയ്യും. അത് നോക്കി, അതായത് വിഷ്വൽ ഓർ ഓഡിയോ ഓർ ടെക്സ്റ്റ് അങ്ങനത്തെ സാധനങ്ങൾ വെച്ചിട്ട് മാത്രം ചെയ്യുന്ന ജോലിയാണെങ്കിൽ ഇറ്റ് വിൽ ഗെറ്റ് റീപ്ലേസ്ഡ്. മനസ്സിലായി. അതിൻ്റെ മുകളിൽ നമുക്ക് അനോമലീസ് ഡിറ്റക്ട് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ അനാലിസിസ് റൺ ചെയ്യാം, ഇൻ്റലിജൻസ് റൺ ചെയ്യാം. അത് വിൽ സ്റ്റേ വിത്ത് us. എല്ലാം മാനുവലി ചെയ്യുന്ന എല്ലാം AI റീപ്ലേസ് ചെയ്യാൻ പറ്റും ഇവൻച്വലി. പക്ഷേ അതിലെ തോട്ട് പ്രോസസ്സും ജെനുവിനിറ്റിയും ക്രിയേറ്റിവിറ്റി അങ്ങനെ സാധനങ്ങൾ നമ്മുടെ സൈഡിൽ നിന്ന് വന്നാലും നഷ്ടം വരില്ല, കുറച്ച് നാളോടെ നിൽക്കും. ഓക്കെ, നമ്മളിപ്പോൾ ഷീ പവറിൻ്റെ വെന്യൂലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു കുറേ സെഷൻസ് കഴിഞ്ഞു. യു ഹവ് ബീൻ ത്രൂ ഓൾ ഓഫ് ദിസ്. ഇപ്പം ഹൗ ഡു യു തിങ്ക് ഒരുപാട് വുമൺ ഓൺട്രപ്രണേഴ്സ് അതിൻ്റെ ഉള്ളിലുണ്ട്. ഈ ഷീ പവർ എന്ന് പറയുന്ന നമ്മുടെ ഇവൻറ്റ് ഹൗ ഇസ് ഇറ്റ് ഗോണ ബെനിഫിറ്റ് ദം? ഉറപ്പായിട്ടും ഇത് ഞാൻ പറയുകയാണെങ്കിൽ എക്സ്പോഷറാണ്. ഇപ്പോൾ ഈ പറയുന്ന പോലെ എന്ത് ഉണ്ട് എന്ത് ഇല്ല എന്നറിയുന്നതാണ് ഏറ്റവും ഫസ്റ്റ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ എൻ്റെ കുറച്ച് മണിത്തെ സെഷനിലാണെങ്കിലും Gamma.app എന്ന് പറയുന്ന ഒരു ഭയങ്കര പവർഫുള്ളായിട്ട് പ്രസൻറ്റേഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമാണ്. പക്ഷേ റൂമിലൊരു 100, 150, 200 പേരുണ്ടായിരുന്നതിൽ 4-5 പേർക്കായിരുന്നു ഈ സാധനം കേട്ടിട്ടുള്ളൂ. അതിൻ്റെ ഇടയിൽ ചോദ്യം ചോദിച്ചത് ഒരു പ്രസൻറ്റേഷൻ ഉണ്ടാക്കാൻ എത്ര ദിവസം ആവറേജ് 1 day ആണ് എടുക്കുന്നത്. പക്ഷേ ഇത് 1 minute പോലെ 2 minute കൂടുതൽ വേണ്ട. അപ്പം അത്രയും അഡീഷണൽ ആളുകൾക്ക് ഈ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്, അപ്പം സൈബർ സെക്യൂരിറ്റിയിലാണെങ്കിലും ഫിനാൻഷ്യൽ ആസ്പെക്ട്സിലാണെങ്കിലും AI ആൻഡ് ടെക്നോളജിയിലാണെങ്കിലും അവയർനെസ് എന്ന് പറയുന്ന സാധനം ഇതൊരു എൻഡ് ഓഫ് തിങ് അല്ല. ബട്ട് ഐ വുഡ് സേ ഇതൊരു ഓപ്പണറാണ്. ഒരു പോസിബിലിറ്റി പറഞ്ഞു കൊടുക്കുക. ഇനി അതിൻ്റെ മേലോട്ട് ഇപ്പോൾ ഒരു ഹോം ബേക്കിംഗ് ചെയ്യുന്ന ഒരാൾക്ക് എനിക്കൊരു വെബ്സൈറ്റ് ഉണ്ടാക്കണോ, ഇപ്പം ഞാനിപ്പോൾ ഒരു മാസം എങ്ങനെയാണ് 10-25 ഉണ്ടാക്കുന്നുള്ളൂ. വെബ്സൈറ്റ് ഉണ്ടാക്കാൻ അതിനുള്ള മുതലാവില്ല. ആ തോട്ട് പ്രോസസ്സ് മാറും.
എനിക്ക് വെബ്സൈറ്റ് ഉണ്ടാക്കാൻ 20,000-30,000 ആവശ്യമില്ല. എനിക്ക് പണിയറിയാവുന്ന ഒരു ആളെ ഉണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ട് എനിക്ക് സാധനം ചെയ്ത് ഡിപ്ലോയ് ചെയ്ത് ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ ഹോം ബേക്കിംഗ് ബിസിനസ്സിൻ്റെ മാർക്കറ്റിംഗ് റീച്ച് കൂട്ടി ഇതിൻ്റെ ഓൺലൈൻ പ്രസൻസ് കൊണ്ടുവരിക, ഇതൊക്കെ ഞാൻ നോക്കുകയാണെങ്കിൽ 1-2 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും. അങ്ങേറ്റം 500,000 അതുപോലും ആവശ്യമില്ല, വളരെ നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഈ പറയപ്പെടുന്ന ഒരു വിമൻ ഹോം ഓൺട്രപ്രണറിൻ്റെ പെർസ്പെക്റ്റീവ് നോക്കിയാൽ ഈ ഒരു ചെറിയ ബിസിനസ്സിനെ ഒരു ഓൺലൈൻ പ്രസൻസിലോട്ട് കൊണ്ടുവന്ന് അതിനൊരു ഇൻ്റലിജൻറ്റ് വർക്ക് ഫ്ലോ ക്രിയേറ്റ്, ഇതെല്ലാം കൂടെ വളരെ തുച്ഛമായ ഒരു ടൈം കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റും. ഈ അവയർനെസ് ആണ് ഞാൻ പറയുന്നത് ഷീ പവർ എന്ന് പറയുന്നത്. ആ ഒരു പവർ ടു തിങ്ക് ബിയോണ്ട്, പവർ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ദെയർ ഇൻ ദ മാർക്കറ്റ്. ഐ വുഡ് ലീവ് ഇറ്റ് ദെയർ. മനസ്സിലായി. ഓക്കെ, ഇപ്പം ഒരുപാട് ഓൺട്രപ്രണേഴ്സ് അവിടെ ഉണ്ട്. ഇപ്പം ഞാൻ ദീപുവിനോട് അവിടെ നിന്ന് ഒരു ചേച്ചി ചോദിക്കുന്ന കേട്ടിരുന്നു, ലോഗോ ഉണ്ടാക്കാൻ, ലോഗോ ക്രിയേറ്റ് ചെയ്യാൻ ഏത് AI ടൂളാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക. അപ്പം ഇപ്പോൾ നേരത്തെ നമ്മൾ ഒരുപാട് പേരോട് സംസാരിച്ചപ്പോൾ ഓൺലൈൻ ബിസിനസ്സുകൾ ഭയങ്കര കൂടുതലാണ്. ഇതിൽ മിക്കവാറും എല്ലാവരും തുടങ്ങുന്ന ചെറിയൊരു ക്യാപിറ്റലിലാണ്. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലെ ലോഗോ ഡിസൈൻ ചെയ്യാൻ കൊടുക്കാൻ, അല്ലെങ്കിൽ വെബ്സൈറ്റിന് കൊടുക്കാൻ, പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ കൊടുക്കാൻ, അതിനൊന്നും ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ, ഇതിനൊന്നും ചിലപ്പോൾ കാശ് മുടക്കാൻ, ക്യാപിറ്റൽ കൊടുക്കാൻ ഉണ്ടാവില്ല. അങ്ങനെ ഒരു ഓൺട്രപ്രണറിനെ ഹെൽപ്പ് ചെയ്യാൻ, അതായത് ഏറ്റവും ബേസിക് ലെവലിൽ ഒരു ഓൺട്രപ്രണറിനെ ഹെൽപ്പ് ചെയ്യാൻ, ഒരു ഹയർ പ്രൊഡക്ടിവിറ്റിയിലേക്ക് കൊണ്ടുവരാൻ അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന AI ടൂൾസ് ഏതൊക്കെയാണ്? ഞാൻ പറയുകയാണെങ്കിൽ സ്റ്റാർട്ടിങ് ഫ്രം ഐഡിയേഷൻ, ഇപ്പോൾ ഒരു എൻ്റെ കൂടെ നിന്ന് ഐഡിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് ChatGPT അല്ലെങ്കിൽ പെർപ്ലക്സിറ്റി, ജെമിനൈ എന്നൊക്കെ പറയുന്നത്. അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് ഡിസൈൻ ആൻഡ് ആർട്ടിഫാക്ട്സ് ആണെങ്കിൽ ക്യാൻവ AIയും, അതൊരു കോഡോ അങ്ങനത്തെ ടെക് ആസ്പെക്ട്സ് ആണെങ്കിൽ ജെമിനൈ, ക്ലൗഡ് അങ്ങനത്തെ സാധനങ്ങളിലോട്ട് പോകാൻ പറ്റും. ഇനി അതല്ല ഒരു വിഷ്വൽ സംഭവമാണെന്നുണ്ടെങ്കിൽ മിഡ് ജേർണി പോലത്തെ കുറേ പ്ലാറ്റ്ഫോംസ്. സോ ഇവൻച്വലി ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഇപ്പോൾ ഈ ചോദ്യം ഞാനൊന്ന് മാറ്റി പറയാനാണെങ്കിൽ ChatGPT ഇപ്പോൾ ചോദിക്കാൻ ഞാൻ പറയും. ആ ChatGPT പറഞ്ഞു തരും എന്തൊക്കെ വേണമെന്നുള്ളത്, നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞാൽ. ഞാൻ പറയുന്നത് എൻ്റെ ലിമിറ്റഡ് നോളജ് എന്നാണ് പറയുന്നത്. ഞാൻ വായിച്ചിട്ടുള്ളതോ ഞാൻ കേട്ടിട്ടുള്ളതോ ആയ ഒരു ചെറിയ എന്താണ് ഒരു മേ ബി 0.001% ഓഫ് വാട്ട് ഐഡിയൽ ഐ ഷുഡ് ഹാവ് നോൺ, അത്ര എനിക്കറിയാവുള്ളൂ. എന്നോട് ഇൻപുട്ട് ചോദിക്കുന്നതിനേക്കാളും എന്തുകൊണ്ട് നല്ലതാണ് ആ കറക്റ്റ് സ്ട്രക്ചറിൽ ChatGPT എടുത്ത് ചോദിച്ചാൽ അതിനേക്കാളും നല്ല സ്മാർട്ട് ആൻസർ കിട്ടും. സോ ChatGPT പോയി ചോദിച്ചോളാം അല്ലേ, അതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, ഇപ്പം അവിടെ ചോദിച്ച സെയിം ക്വസ്റ്റ്യൻ ഐ വുഡ് ലൈക്ക് ടു റിപ്പീറ്റ്. എന്താ വെച്ചാൽ നമ്മളിപ്പോൾ AI ഡിപ്പെൻഡ് ചെയ്യും തോറും നമ്മൾ നമ്മുടെ ഡാറ്റ, നമ്മുടെ ആവശ്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ ഡാറ്റ അവർക്ക് പ്രൊവൈഡ് ചെയ്യാണ്. അവിടെ ഒരു സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നമ്മളൊരു പ്ലാറ്റ്ഫോമിലേക്ക് നമ്മുടെ ഡേറ്റ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഹൗ ക്യാൻ ബി സെക്യൂർ, ഇത് ഓക്കെയാണ്, ഇതെങ്ങനെയാണ്, ഇതിൽ ഇതൊരു മോശം പ്ലാറ്റ്ഫോം അല്ല എന്ന് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? അതെ, ഇപ്പോൾ ഞാനത് അവിടെ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറയുകയാണ്. ഇപ്പം നമ്മളൊരു ഫാൻ മേടിക്കുകയോ അല്ലെങ്കിൽ ഒരു AC മേടിക്കുമ്പോൾ നമ്മൾ 5 സ്റ്റാർ 3 സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നോക്കി മേടിക്കും. നമ്മൾ ഇതിനെപ്പറ്റി അറിഞ്ഞിട്ടല്ല നമ്മളത് മേടിക്കുക. 5 സ്റ്റാർ എന്ന് വെച്ചാൽ കറണ്ട് സേവ് ആകും, അത് ഗ്യാരണ്ടിയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കുക്കർ മേടിക്കുമ്പോൾ ISI മാർക്ക് നോക്കും. ഈ പറയുന്ന പോലെ ഇതെല്ലാം നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ്സാണ്. ഇതുപോലത്തെ സ്റ്റാൻഡേർഡ്സ് സോഫ്റ്റ്വെയർ ടൂൾസിനുമുണ്ട്. ഇപ്പം PCI കംപ്ലയൻസ്, ISO കംപ്ലയൻസ്, ISO തന്നെ പല ടൈപ്പ്, ISO 27001 തൊട്ട് 9 ഇഷ്ടംപോലെയുണ്ട്. അത് ഓരോന്നിനും ഓരോ മീനിങ് ആണ്. ഇപ്പോൾ 27001 ആണ് ഇൻഫോസെക് ആണ്, ഇൻഫർമേഷൻ സെക്യൂരിറ്റി ആണ്. പിന്നെ പേയ്മെൻറ്റ് കാർഡ് ഇൻഡസ്ട്രിയിലാണെങ്കിൽ ഇറ്റ് ഇസ് എ ഡിഫറെൻറ്റ്. ഇപ്പോൾ PCI കംപ്ലയൻസ് ആവാം. പിന്നെ ഹെൽത്ത് ആണെങ്കിൽ HIPAA. സോ ദർ ആർ എ ലോഡ് ഓഫ് ദോസ് കംപ്ലയൻസസ് വിച്ച് ഇൻഡസ്ട്രി ഹാവ് ടു ഫോളോ, കമ്പനീസ് ഹാവ് ടു ഫോളോ. നമ്മളൊരു ടൂൾ സെലക്ട് ചെയ്യുമ്പോൾ ഇതിന് ഈ കംപ്ലയൻസ് ഉണ്ടോ എന്ന് നോക്കുക. ഈ കംപ്ലയൻസ് ഉള്ളതാണെങ്കിൽ നമുക്ക് ഒരു സേഫ്റ്റി ഉണ്ട്, ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ട്. ഇതിൻ്റെ ബിയോണ്ട് ഈ പറഞ്ഞ പോലെ നമ്മളും നോക്കണം, നമ്മൾ എന്ത് ഡേറ്റ കൊടുക്കും. ഇപ്പോൾ വളരെ സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു മെയിൽ ഡ്രാഫ്റ്റ് ചെയ്ത് എനിക്ക് മഞ്ജുവിന് അയക്കണം. ആ മെയിലിലുള്ളത് പാസ്വേഡാണ്, പക്ഷേ എനിക്കത് നീറ്റായിട്ട് അയക്കണം. എനിക്കത് ChatGPT ആ പാസ്വേഡ് ഉൾപ്പെടെയുള്ള മെയിൽ ഇട്ടിട്ട് ഇതൊന്ന് ക്ലീൻ ചെയ്ത് തരാൻ പറയും. അതും വർക്ക് ചെയ്യും. പക്ഷേ അപ്പം ആ പാസ്വേഡ് എങ്ങോട്ടോ പോയി. അല്ലെങ്കിൽ എനിക്ക് പാസ്വേഡിൻ്റെ ഒരു പ്ലേസ് ഹോൾഡർ ഇട്ടിട്ട് എനിക്ക് അത് മാത്രം മാറ്റിയിട്ട് അത് റിവീൽ ചെയ്യാണ്ട് റിക്വയർമെന്റ് പറയാം. എന്നിട്ട് അത് ബേസിക്കലി നമ്മൾ മാസ്ക് ചെയ്ത് അങ്ങോട്ട് ഇടുക. തിരിച്ചെത്തി കഴിഞ്ഞ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് വാല്യൂ ആണ് ഏറ്റവും സേഫ്. നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് എന്താണെന്ന് അവെയർ ആയിട്ടിരിക്കും. നമ്മൾ അവെയർ ആയിരിക്കും നമ്മൾ എന്താണ് അങ്ങോട്ട് കൊടുക്കുന്നത്. നമ്മൾ അങ്ങോട്ട് ഓപ്പൺ ആയി കൊടുത്താൽ ഇത് ആര് യൂസ് ചെയ്യും, എന്ത് യൂസ് ചെയ്യും, എന്തിനു യൂസ് ചെയ്യും നമുക്കറിയില്ല. സോ ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. ഇത് നമ്മുടെ കയ്യിലാണ് എടുക്കുക. പിന്നെ നമ്മൾ ഈ ഡാറ്റ കൊടുക്കുന്ന പ്ലാറ്റ്ഫോം സെക്യൂർ ആയിരിക്കുകയും വേണം. അതിന് കംപ്ലയൻസ് നോക്കുക. AI ഉപയോഗിക്കുമ്പോൾ നമ്മൾ ബേസിക്കലി കോമണേഴ്സ് ആയിക്കോട്ടെ ഓൺട്രപ്രണേഴ്സ് ആയിക്കോട്ടെ ചെയ്തു വരുന്ന മിസ്റ്റേക്സ്, നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വരുന്ന മിസ്റ്റേക്സ് വിശ്വസിക്കുന്നത് അല്ല. കാരണം ഈ ഇൻഫർമേഷൻ എല്ലാം കറക്റ്റ് ആവണമെന്നില്ല. കാരണം ഇത് ഇപ്പോൾ ഞാൻ പറയുന്നില്ല, നിങ്ങൾ ChatGPT എടുത്ത് വളരെ സിമ്പിൾ സാധനം ചെയ്ത് നോക്കിയാൽ മതി. ജനറേറ്റ് ആൻ ഇമേജ് ഓഫ് എ ക്ലോക്ക് ദാറ്റ് ഷോസ് എ റാൻഡം ടൈം.
ചാറ്റ് ജി പി ടിയിൽ ഇമേജ് ജനറേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. എത്ര പ്രാവശ്യം എഴുതിയാലും എന്ത് റാൻഡം ടൈം എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്നത് 10 ആണ്, വേറെ ടൈം വരില്ല. അതുപോലെ തന്നെ ജനറേറ്റ് ആൻ ഇമേജ് ഓഫ് എ പേഴ്സൺ റൈറ്റിംഗ് വിത്ത് ലെഫ്റ്റ് ഹാൻഡ്, ഇമേജ് ജനറേറ്റ് ആവില്ല, റൈറ്റ് ഹാൻഡ് ഇമേജേ വരത്തുള്ളൂ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതെല്ലാം ട്രെയിൻഡ് അയക്കുന്നത് പബ്ലിക്കലി അവൈലബിൾ അല്ല ഡേറ്റയുടെ മേളിലാണ് ട്രെയിൻ അയക്കുന്നത്. റൈറ്റ് ഹാൻഡോട് എഴുതുന്ന ഫോട്ടോസാണ് 99.9% ഇൻ്റർനെറ്റിലുള്ളത്. ഇതിൻ്റെ മേളിൽ ഇത് ട്രെയിൻ ആയിട്ടുള്ളൂ. സോ ഇറ്റ് ഡസൻ നോ ദാറ്റ്. ഇപ്പം ചാറ്റ് ജി പി ടിക്ക് അറിയില്ല ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് എഴുതാൻ പറ്റുമെന്നുള്ളത് പടത്തിന്, ഇമേജ് ജനറേഷൻ ആൽഗരിതത്തിന്. സോ അപ്പോൾ അത് പറഞ്ഞു വരുന്നത് എന്താണ്, ഇത് ട്രെയിൻഡ് അയക്കുന്നത് അവൈലബിൾ ഡേറ്റയിലാണ്. ഈ ഡേറ്റ സത്യമാണോ എന്നുള്ളത് അത് എൻഡ് ഓഫ് ദി ഡേ ഇവർക്ക് ഇവരുടേതായ റാങ്കിങ് ക്രൈറ്റീരിയ ഉണ്ട്, ഏത് സൈറ്റ് പാഴ്സ് ചെയ്യണം ഏത് പാഴ്സ് ചെയ്യണ്ട എന്നുള്ളത്. ഒരു പരിധിവരെ ട്രസ്റ്റ് ചെയ്യാമെങ്കിലും ജനറേറ്റ് ആയി വരുന്ന എല്ലാം കറക്റ്റ് ആവണമെന്ന് നിർബന്ധമില്ല. സോ ബ്ലൈൻഡ് ആയിട്ട് വരുന്ന കണ്ടന്റിനെ വിശ്വസിക്കുന്നത് ഒരു ഹെവി റിസ്ക് ആണ്. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു എൻ്റെ തലയിലുണ്ടായിരുന്ന സംശയങ്ങളൊക്കെ ഞാൻ ചോദിച്ചു. അപ്പോൾ താങ്ക് യു സോ മച്ച്. AI യൂസ് ചെയ്ത് ഇനിയും ഒരുപാട് ആളുകൾക്ക് ഹെൽപ്പ് ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. നൈസ് ടോക്കിംഗ് ടു. താങ്ക് യു മഞ്ജു. താങ്ക് യു.